തള്ളേച്ചൊരു കഞ്ഞി തരും. അതിന് പ്രത്യേകിച്ച് കറിയൊന്നുമില്ല. കറിയൊന്നും തരികയില്ല. ഇപ്പൊ 10-45 വയസ്സുകാരി മനുഷ്യരുമായിട്ടൊരു ഇടപോക്കി. നമ്മുടെ വീഡിയോ കാണുന്നവർ ദയവായി ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ. ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണേ. ഒക്കെ കഴിഞ്ഞോ? നടക്കുന്ന തള്ളം, ആ തള്ളം അതിന് ആരും കൂട്ടില്ല. അതിന് വല്ല മരുന്നൊക്കെ മേടിച്ചു കൊടുക്കാം. മരുന്ന് മേടിച്ചു കൊടുക്കണോ? ആ തള്ളയ്ക്കാ അമ്മയുടെ സ്വന്തം വീഡിയോ കണ്ടിട്ട് പറയണ കേട്ടോ. അമ്മയുടെ ഡയലോഗുകളാണ്. എവിടെയാ? ഞങ്ങളുടെ അവിടെ ഉള്ളതാണ്. ആണോ? അതിന് നല്ല പ്രായത്തിൽ ഇതിനെ കൊണ്ടുപോയി അന്ന് ഇവിടെയൊക്കെ പിള്ളേരെ ഇതിന് പഠിപ്പിക്കണ. അന്നേരം ഇവിടെ കൊണ്ടാക്കി. അന്നേരം പഠിക്കാനൊന്നും പറ്റിയല്ല. പിന്നെ ഞങ്ങളൊക്കെ കൊടുത്തു തന്നെ പഠിക്കാനൊന്നും പറ്റി ഇല്ലേ? പാവായിരുന്നല്ലേ? ഒരറിവില്ല. ആണോ? ഭയങ്കര അറിവുള്ളതല്ലേ? കണ്ടില്ല, ഇപ്പൊ കടക്കട കണ്ടില്ല ഇങ്ങനെ. അതുപോലെയായിരുന്നു. ആണോ? ഭയങ്കര അറിവുള്ള തള്ളയാന്നാ പറഞ്ഞേ. അമ്മച്ചിയാന്നാ പറഞ്ഞത്. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് അമ്മച്ചീനെ കേട്ടോ. പഠിക്കണമെങ്കിലുണ്ടോ ശരിക്കും പഠിക്കാത്തൊക്കെ നടക്കാൻ. ആണോ? സ്ഥലം ഉണ്ടാക്കാൻ. അമ്മച്ചീനെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. ഇത് കിടക്കാനുള്ളതാണോ? അത് കിടക്കാനൊന്നുമല്ല, അത് തിന്നുന്നതല്ലേ. അത് തിന്നുന്ന മേശയല്ലേ? പഠിക്കാനുള്ള തിന്നുന്ന മേശയാ. തിന്നുന്ന മേശയാണ്. തിന്നുന്ന പിന്നെ മിക്കവാറും അത് അരിപ്പൊടിയാ, ഗോതമ്പ് പൊടിയാ. നമ്മുടെ സാജൻ്റെ അവിടെ നിന്ന് മേടിച്ചിട്ട് വന്നാ. അമ്മ ഇപ്പോൾ മയക്കം കഴിഞ്ഞിട്ട് വന്നപ്പോൾ ജോമലൂടെ അമ്മയുടെ വീഡിയോ കണ്ടോണ്ടിരിക്കുവായിരുന്നേ. അത് കണ്ടുകൊണ്ട് അമ്മയുടെ കമൻറ്റുകളാണ് കേട്ടോ. അമ്മയ്ക്ക് സ്വയം തിരിച്ചറിയാൻ പറ്റുന്നില്ലെന്നുള്ളവരറിയാം. ചില സമയത്ത് കണ്ണാടി നോക്കുമ്പോൾ അമ്മ അറിയുന്നു, അല്ലാത്ത സമയത്തൊന്നും അമ്മ അറിയുന്നില്ല. ഇപ്പം ആകെപ്പാടെ അമ്മ കൃത്യം പറഞ്ഞാൽ ഇപ്പോൾ അറിയുന്ന വിവീനെ മാത്രമേ ഉള്ളൂ. വിവീനെ കാഴ്ചയിലും പറയും, ചില സമയത്ത് മാറിപ്പോകുന്നുണ്ടെങ്കിലും കാഴ്ചയിലും പറയും, പേര് വിളിച്ച് പറയും അവിടെ. ബാക്കി ആരെയും അമ്മയ്ക്ക് പേരൊന്നും ഓർമ്മയിലില്ല. ഏലിക്കുട്ടമ്മയുടെ കാര്യം പറഞ്ഞതാണ്. ഏലിക്കുട്ടമ്മയുടെ കാര്യം പറഞ്ഞതാണ്. അമ്മയുടെ കാര്യം പറഞ്ഞതാണ്. അമ്മയുടെ ടി വി കണ്ടത് അമ്മ തന്നെയാന്ന് പറയുന്നത്. ഏലിക്കുട്ടിയുടെ ഏലിക്കുട്ടിയുടെ കാര്യം പറഞ്ഞതാണ്. ഇല്ല. അപ്പം അമ്മ വിചാരിച്ച് ഞാൻ അമ്മയെന്ന് പറഞ്ഞപ്പോൾ നിങ്ങളെല്ലാവരും ചോദിക്കുന്നില്ല ഏലിക്കുട്ടിന്ന് എന്താ വിളിക്കുന്നതെന്നൊക്കെ. ഞാൻ അമ്മയെന്ന് വിളിക്കുമ്പോൾ അമ്മയുടെ അമ്മേനായിട്ടാണ് കരുതുന്നത്. അമ്മ എപ്പോഴും കുഞ്ഞാണ്, ചെറുതാണ്. ചില സമയത്ത് അമ്മയുടെ ചിന്താഗതികൾ അങ്ങനെയൊക്കെയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഏലിക്കുട്ടി അമ്മ എന്നൊക്കെ വിളിക്കുന്നത്. ചിലർ ചോദിക്കുന്നുണ്ട് എന്നാ ഏലിക്കുട്ടി എന്ന് വിളിക്കുന്നത്, അത് ശരിയല്ല, റെസ്പെക്റ്റ് ഇല്ല, അങ്ങനെയാണെന്ന് പറയും. പക്ഷേ അമ്മയുടെ മൈൻഡിലുള്ള ഇത് വെച്ചാണ് നമ്മൾ അമ്മയോട് പെരുമാറുന്നത്. അതുകൊണ്ടാണ്. ഇപ്പോൾ തന്നെ പറഞ്ഞു കേട്ടില്ലേ അമ്മ പറഞ്ഞത് എൻ്റെ അമ്മയാണോ എന്ന് ചോദിച്ചാൽ അമ്മേനെ ടി വിക്കകത്ത് കാണിച്ചെന്ന് പറഞ്ഞത് എൻ്റെ അമ്മയാണോ, എൻ്റെ അമ്മയുടെ കാര്യം, അത് അമ്മയെ കുറിച്ച് പറഞ്ഞതെന്നാണ് അമ്മ വിചാരിക്കുന്നത്. പക്ഷെ ഞാൻ അമ്മയുടെ മകനാന്നുള്ള ഒരു ഇത് അമ്മയുടെ ഇതില്ല. അമ്മയ്ക്ക് മകനുണ്ടെന്നുള്ളതായിട്ടോ ഇനിയിപ്പോൾ അമ്മ കല്യാണം കഴിക്കാത്ത സമയത്തെ ചിന്തയാണോ ഒന്നും അറിയത്തില്ല. ഇപ്പോൾ ടി വിക്കകത്ത് കണ്ട ഏലിക്കുട്ടി അമ്മേനെ തന്നെയാണെന്ന് പറഞ്ഞപ്പം നിങ്ങൾ കേട്ടല്ലോ. അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഏലിക്കുട്ടി അമ്മയെന്നൊക്കെ വിളിക്കുന്നത്. അത് ചിലർക്ക് മനസ്സിലാകുന്നില്ലെന്ന് തോന്നുന്നത്. റെസ്പെക്റ്റ് ഇല്ലാതെ സംസാരിക്കുന്നു എന്നൊക്കെ ചിലർ പറയുന്നത് കേൾക്കാം. പക്ഷേ അതിനകത്ത് പിന്നെ മക്കളാ നോക്കണേ. മക്കളാണേ നോക്കുന്നേ. മക്കളല്ലേ കൂടെ ഉണ്ടായിരുന്നേ. മക്കളാ കൂടെ ഉണ്ടായിരുന്നേ. അല്ല പിന്നെ ആരാ നോക്കണേ? ഭക്ഷണം കൊടുക്കാൻ സമയത്തൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ പോരെ. ഭക്ഷണം കൊടുക്കണം, മരുന്ന് കൊടുക്കണം, കുളിപ്പിക്കുകയും ഭക്ഷണം കൊടുക്കുകയൊക്കെ ചെയ്താൽ മതി. അത് മതി. അപ്പൊ അമ്മയ്ക്ക് തള്ളയുണ്ടല്ലോ. ഏതുള്ള പെണ്ണിന് കെട്ടി അമ്മ. അതിന് അമ്മയൊന്നുമില്ല. ഉണ്ടോ? പിന്നെ അമ്മ കണ്ടിട്ടുണ്ടോ? അതുണ്ട്. ഉണ്ടോ? ഞങ്ങൾ കണ്ടിട്ടില്ല. എനിക്കറിയത്തില്ലേ? ഇല്ല. അതിലുണ്ട്. അതിന് മറ്റ് പ്രായമൊന്നുമില്ല. പ്രായമില്ലല്ലേ? പ്രായക്കുറവാ. ചെറിയ അപ്പൊ ജോമളാണ് കേട്ടോ അമ്മയെന്ന് പറഞ്ഞ മിക്കവാറും. അകത്ത് നിർത്തിയേക്കോ. പ്രായക്കുറവായിട്ട് അകത്ത് നിർത്തിയേക്കോണോ? അതിനെ വഴക്കുണ്ടാക്കുവോ? തള്ളയുടെ വഴക്കുണ്ടാക്കുവോ? വിശ്വസിക്കാൻ പറ്റിയല്ലോ അതിനാ ഓരോ പ്രായത്തിൽ. അല്ല തള്ളയുടെ മകള് അമ്മയല്ലേ. അമ്മേനെ വിശ്വസിക്കുന്നതിന് എന്നാ കുഴപ്പം? അമ്മേനെ വിശ്വസിക്കുന്നതിന് എന്നാ കുഴപ്പം? അപ്പനൊക്കെ ഞങ്ങളുടെ വീട്ടിൽ വരും. ആണോ? പിന്നെ അവരൊക്കെ വരും. വേറെ ഏതോ ഇതിലോട്ടാണ് പോയിരിക്കുന്നത്. വേറെ ഏതോ തള്ളയുടെ കാര്യമാണ് ഇപ്പം അമ്മ മനസ്സിൽ പറയുന്നത്. പക്ഷെ അമ്മയ്ക്ക് സ്വന്തം രൂപ എല്ലാ സമയത്തും തിരിച്ചറിയാൻ പറ്റാത്തതുകൊണ്ടുള്ള ഒരു പ്രശ്നമാണ്. ചില സമയത്ത് തിരിച്ചറിയുകയും ചെയ്യും. ഇപ്പം നമ്മുടെയൊക്കെ അവസ്ഥകൾ എന്തായിരിക്കും എന്ന് ഒന്ന് ചിന്തിക്കുക. അത്രയേ ഉള്ളൂ. വരാൻ പോകുന്ന കാഴ്ചകൾ ഇപ്പോൾ നേരിട്ട് കാണുന്നു.
ഇവിടുത്തെ ചാച്ചന് പ്രായമായില്ലേ? പിന്നെ ഇവിടുത്തെ ചാച്ചനൊക്കെ പോയി. നടക്കാവോ? ഓ, പുറത്തേക്ക് പോകാവോ? ചാച്ചനൊക്കെ പോയതാ, പള്ളിയിൽ പോയി കിടക്കുവാൻ. ഏ? പള്ളിയിൽ കൊണ്ടാക്കിയേക്കുമല്ലേ. ആണോ? പിന്നെ എന്നിട്ട് ആയി പോയതോ? ആ, ഭക്ഷണം ഭക്ഷണമൊക്കെ ഒന്നും വേണ്ട. ഭക്ഷണമൊക്കെ ഈശോ കൊടുക്കും. ഭക്ഷണം ഈശോ കൊടുക്കും. ഈശോ. ഈശോയോ? ആ, അവിടുന്ന് കൊടുക്കുവോ? ആ, അങ്ങനെയാണോ? ആ, അങ്ങനെയാ. ഈശോ കൊടുക്കുന്ന ഭക്ഷണം കഴിച്ചാണ് അവരിപ്പോൾ കിടക്കുന്നത്. കഞ്ഞി കുടിച്ചായിരുന്നോ? അതുകൊണ്ട് മതിയാവോ? പിന്നെ അത് മതിയല്ലോ. ഈശോ 5 അപ്പം കൊണ്ട് 5000 പേർ കൊടുത്തതല്ലേ. അപ്പം പിന്നെ എന്നാ വേണം? ഈശോയെ 5 അപ്പം കൊണ്ട് 5000 പേരെ തീറ്റിയതല്ലേ. അപ്പം എന്നാ ഭക്ഷണം കൊടുക്കണം? പിന്നെ എന്നാ ഉണ്ടാക്കണം? നമ്മളൊന്നും ഉണ്ടാക്കണില്ല. കഴിക്കാൻ നമ്മൾ വീട്ടിലുണ്ടാക്കുന്നല്ലേ ഉള്ളൂ. ഉണ്ടോ? ആ, നമ്മൾ വീട്ടിലേ ഉണ്ടാക്കുന്നുള്ളൂ. അപ്പം ഞാൻ വന്നപ്പോൾ 10 മണിയായി തിരിച്ച് പോയിട്ട് വന്നിട്ട്. ഇവിടെ ഉണ്ടാക്കുന്നില്ലേ നിങ്ങൾ? ഇവിടെ നമുക്ക് നമ്മളുണ്ടാക്കണം. അവർക്ക് കൊടുക്കാൻ. ആർക്ക്? പിള്ളേർക്ക് കൊടുക്കാൻ. ആ, പിള്ളേർക്കും വലിയവർക്കും എല്ലാം കഴിക്കണ്ടേ. ആ, എല്ലാം നമ്മളിവിടെ ഉണ്ടാക്കുന്നുണ്ട്. ആ, നിങ്ങൾക്ക് വേണ്ട, പിള്ളേർക്ക് കൊടുത്താൽ ഞങ്ങൾക്ക് നമുക്ക് വേണ്ടേ, വലിയവർ കഴിക്കണ്ടേ. നിങ്ങൾ കാലാക്കി കഴിക്കണം. ആ, പിന്നെ പിള്ളേർക്കും കാലാക്കി കൊടുക്കണ്ടേ. പിള്ളേർക്കും കൊടുക്കണ്ടേ. പിള്ളേർക്ക് ഉണ്ടാക്കി കൊടുക്കണം. ആ, അതന്നെ നമുക്ക് പറ്റിയ ആൾക്കാരില്ലെങ്കിൽ നമ്മൾ തന്നെ ഉണ്ടാക്കണം. ആ, നമ്മൾ തന്നെയല്ലേ ഉണ്ടാക്കണേ. എല്ലാ കൂട്ടും ആ, നമ്മളുണ്ടാക്കി കൊടുക്കുക. കഞ്ഞി കുടിച്ചായിരുന്നോ? അത്താഴം കഴിച്ചായിരുന്നോ? അത്താഴം കഴിച്ചായിരുന്നോ? അത്താഴം കഴിച്ചായിരുന്നോ ഒന്ന്? അത്താഴോ? അത്താഴം വെച്ച് കൊടുക്കണ്ടേ? അത് എലിക്കുട്ടി കഴിച്ചോന്നാ ചോദിച്ചേ. എലിക്കുട്ടി കഴിച്ചോന്നാ ചോദിച്ചേ. ഞാൻ കുടിച്ചോന്നോ? ആ, ഞാൻ എല്ലാ ദിവസവും കുടിക്കും. പിന്നെ കുടിക്കും. എല്ലാ ദിവസവും ഒന്നും കുടിക്കുകയില്ല. എല്ലാ ദിവസവും ഒന്നും കുടിക്കുകയില്ല. അതിനാ അറിയത്തില്ല. കുടിക്കാതെ ഇവിടെ വൈകിട്ട് കിടന്ന് പ്രാർത്ഥനയൊക്കെ കിടക്കും. അതിവിടെയല്ല ഉള്ളപ്പോഴേ വേണ്ട. ആ, ഞാൻ എൻ്റെ വീട്ടിലെ കാര്യം പറഞ്ഞു. ആ, എലിക്കുട്ടിയുടെ വീട്ടിൽ ചെന്നാലും ഒന്നും പ്രതീക്ഷിച്ചില്ല. ഇല്ലേ? ഒന്നും പ്രതീക്ഷിക്കാൻ വേണ്ട. ആണോ? ഇവിടെ നിന്നും കിട്ടിയല്ലേ? ഇവിടുന്ന് കിടക്കാവുന്നല്ല. ആ, ഇവിടെ നിന്നും തരികയില്ല. ഭക്ഷണമൊന്നും തരികയില്ല. ആ, അത് പറ. ഒരു ഉത്തരവാദിത്വം. ആ, എന്നാ പിന്നെ എന്തിനാ ഇവിടെ നിൽക്കുന്നേ? എന്നാ പിന്നെ എന്തിനാ ഇവിടെ നിൽക്കുന്നേ? എന്നാ പിന്നെ ഇവിടെ നിൽക്കേണ്ട കാര്യമില്ലല്ലോ. ഒന്നും തരികയില്ലെങ്കിൽ. ഇവരേ ഒന്നും തരികയില്ലെങ്കിൽ ഇവിടെ നിൽക്കേണ്ട കാര്യമില്ലല്ലോ. ഉത്തരവാദിത്വം അല്ലെന്നേ ഇവിടെ നിന്നൊന്നും തരുന്നില്ലെങ്കിലേ കഞ്ഞി തരും. ആ, അതേ ഉള്ളൂ. ആ, അതേ ഉള്ളൂ അല്ലേ. പ്രത്യേകിച്ച് കറിയൊന്നുമില്ല. ആ, കറിയൊന്നും തരികയില്ല. ആഹാ, അങ്ങനെ നമുക്ക് വഴക്കുണ്ടാക്കണല്ലോ. ആണോ? ഒരു പ്രത്യേക തള്ളയാ. ആണോ? ആ, അങ്ങനത്തെ തള്ളയല്ലേ. ഭക്ഷണമൊന്നും തരികയില്ല. മനുഷ്യരുമായിട്ടൊരു ഇടപോക്കില്ല. ഇടപോക്കില്ല. അതിന് പ്രായമുണ്ടോ തള്ളയ്ക്ക്? ബുദ്ധിമുട്ട് മനസ്സിലാക്കിയില്ല. ബാക്കിയല്ല ആര്. ആണോ? അവരെ കുറിച്ചൊന്നും ഒരു അനുതാപമൊന്നും ഇല്ല. ആ, അത്രയും സാധനം അല്ലേ. എന്നതായാലും അങ്ങ് ചെയ്തേച്ചാൽ മതി. ആ, അപ്പം പിന്നെ പ്രായമുള്ള തള്ള എത്ര പ്രായമുണ്ടോ തള്ളയ്ക്ക്? തള്ളയ്ക്ക് ഒത്തിരി പ്രായമുണ്ടോ? പ്രായം പ്രായം പാലോ? പ്രായം അമ്മയ്ക്കേ തള്ളയ്ക്ക് ഒത്തിരി പ്രായം ഉണ്ടോന്നാ ചോദിച്ചേ. തള്ളയ്ക്ക് ഒത്തിരി പ്രായം ഉണ്ടോന്ന്? തള്ളയ്ക്കോ? ആ, അതിന് പ്രായമുണ്ട്. ഉണ്ടോ? ചില സമയത്ത് കേൾക്കില്ലേ, ചില സമയത്ത് പതുക്കെ പറഞ്ഞാൽ മുമ്പേ കഴിയുമ്പോൾ അതിനെക്കൊണ്ടൊന്നും പറ്റത്തില്ല. ആണോ? പിന്നെ 40-45 വയസ്സ് കാലിയായി. ആ, 45 വയസ്സുണ്ട്. ആ, ശരിയാ. അത് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ചെയ്യാൻ പറ്റും. ആ, ചെയ്യാൻ പറ്റിയില്ല. 50 വയസ്സിലാകുമ്പോഴത്തേനാ സ്ഥലം കിട്ടും. ഈശോ വിളിക്കും. 50 വയസ്സാകുമ്പോഴോ? ഓ, 50 വയസ്സാകുമ്പോൾ ഒന്നും വിളിക്കില്ല നീ. അങ്ങനെയുണ്ട്. ഓ, അതൊക്കെ അങ്ങനെ ഒരു അസുഖം വന്നാലല്ലേ ഉള്ളൂ. എല്ലാവരും ഇല്ല, ചിലരേ ഉള്ളൂ. തള്ളാനെ വിളിക്കുവോ 50 വയസ്സാകുമ്പോൾ? ആ, തള്ളാനെ 50 വയസ്സാകുമ്പോഴെങ്ങനെ വിളിക്കുവോ? ആ, അത് ചിരിച്ചോണ്ടിരിക്കുക. എലിക്കുട്ടീനെ കണ്ടോണ്ട് ചിരിക്കുന്ന. എലിക്കുട്ടീനെ കണ്ടോണ്ട് ചിരിക്കുവാണ്. ഇപ്പം എലിക്കുട്ടി അമ്മ പറഞ്ഞത് 50 വയസ്സുള്ള തള്ളേന്ന് പറഞ്ഞ് അമ്മയുടെ ചെറുപ്പമാണ് കേട്ടോ. എലിക്കുട്ടി അമ്മയുടെ ചെറുപ്പത്തിലാണ്. അത് ഇപ്പം നമ്മൾ പറഞ്ഞു വരുമ്പോൾ ജോമോള് 45 വയസ്സ് ഉള്ളൂ. എന്നാലും അമ്മയെ കല്യാണം കഴിക്കാത്തോ എന്തോ ഒരു ഉദ്ദേശത്തിലാണ് പറയുന്നത് എന്ന് തോന്നുന്നു. അതോ ഇനി അങ്ങനെ തന്നെ കണക്ക് കൂട്ടി പറയുന്നതാണോ എന്ന് പറഞ്ഞുകൂടാ. അത് എന്താ മൈൻഡിൽ നിന്ന് വരുന്നതെന്നുള്ളവരും കൃത്യം അറിയത്തില്ല. കഞ്ഞി കുടിച്ചില്ലല്ലേ? ആ, കടന്നോ? കഞ്ഞി കുടിച്ചായിരുന്നോ? എലിക്കുട്ടി കഞ്ഞി കുടിച്ചായിരുന്നോ? ആ, കഞ്ഞി കുടിച്ചാണ്. അപ്പോൾ എന്നോട് ഞാൻ ചോദിച്ചാൽ പറഞ്ഞു എല്ലാ ദിവസവും കുടിക്കും, ഞാൻ കുടിക്കാതിരിക്കുകയെന്ന് പറഞ്ഞു. എല്ലാ ദിവസവും കുടിക്കുന്നതാണെന്ന് പറഞ്ഞു എൻ്റെ വീട്ടിൽ നിന്ന്. ഇവിടുന്ന് കിട്ടിയില്ല. ഇവിടുന്ന് ഇച്ചിരി കഞ്ഞിയൊക്കെ തരുള്ളൂ, കറിയൊന്നും തരികയില്ല.
ഈ കഥ കാണിച്ചത്. ആ കഥ അടച്ചേക്കാം. എന്നാ കിടന്നോ. അപ്പം ഞാൻ കുറുപ്പന്തറയ്ക്ക് പോയിട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേനും എലിക്കുട്ടിയമ്മ വൈകിട്ടായി, സമയസന്ധ്യയായി. എലിക്കുട്ടിയമ്മ കിടന്ന് ഭയങ്കര പ്രാർത്ഥനയും പരിപാടിയായിരുന്നു. നമ്മുടെ അത്യാവശ്യ കാര്യം. അത് കഴിഞ്ഞ് ഇപ്പം ഏതാണ്ട് കിടന്ന് പറയുന്നുണ്ട്. ആര് നോക്കിയാലും പറ്റി. എന്തൊക്കെയാണ് പറയണമെന്ന് അറിയത്തില്ല. നമ്മളെ ഏതാണ്ടൊക്കെ പേശുന്നുണ്ട്. ആരോടൊന്നുമില്ലാതെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ നമ്മുടെ സന്താനങ്ങളെ നമ്മുടെ കുടുംബത്തെ എല്ലാം മുന്നോട്ട് കൊണ്ടുപോകും. ആര് ആരുടെ കാര്യമാണ് പറയണേ? ഇതാരുടെ കാര്യമാണ് പറയണേന്ന്? ആരെങ്കിലും ആയിട്ട് നിങ്ങൾ എന്തിനാ അറിയണേ? നിങ്ങളെ വിളിച്ചൊന്നും പറഞ്ഞില്ലല്ലോ. ഇല്ല, അയ്യോ ഇല്ല, ശരിയാ. നിങ്ങൾ ഇതൊക്കെ ഈ ഇവിടെ ഈശോ കാണിക്കുകയും പറയുകയും ചെയ്യുകയും ചെയ്തുകൊണ്ടിരിക്കണ കണ്ടോണ്ട് കേട്ടോണ്ടൊക്കെ കൂട്ടി നടക്കുമല്ലേ ഈശോ ചെയ്യുന്നത്. പിന്നെ നിങ്ങൾക്ക് എന്നാറ്റിനാ പറഞ്ഞതിന്? അതുകൊണ്ട് നിങ്ങൾ അത് കൊണ്ട് നടന്ന് വേണം ഓരോ കാര്യങ്ങൾ നടത്താൻ. അതുകൊണ്ടാണ് നടത്തുക. അത് ഭാവി നമ്മുടെ മക്കളുടെ ഭാവിക്ക് പോകുന്നു. അതാ ആണോ തെറ്റപ്പെട്ട. പണ്ടൊക്കെ നിങ്ങൾ നേരത്തെ കേട്ടിരുന്ന പോലെയുള്ളൊരു സ്പീച്ചാണ് ഇത്. കാണാൻ ആരും കാണികരെന്ന് അറിയാമെങ്കിലും അതല്ലാതെ അമ്മ പറയണമെന്ന് കുറെ മേടിച്ച് കുറെ ഉണ്ടാക്കിയൊക്കെ വെച്ചു പിന്നെ ആരെയും അടുപ്പിക്കാതെ ഇരുന്ന അതുകൊണ്ടൊന്നും ഒരു കാര്യം. അത് ശരിയാ. ഒരു രക്ഷയും അത്യാവശ്യ കാര്യത്തിനുള്ളത് മാത്രം എടുത്ത് കാര്യം നടത്തും. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് ഇല്ലാത്തവർക്ക് ആർക്കാണോ അവർക്ക് അന്വേഷിച്ച് പെറി കൊടുക്കണം. ഒരു വസ്ത്രം ഇല്ലാത്തവരെ എന്തുമാത്രം പേര് കാണുമെന്ന് അറിയാവോ? ഒരു വസ്ത്രം മേടിച്ചു കൊടുക്കാനും ആളില്ലാതെ. അപ്പൊ അവരെന്തോരും വിഷമിക്കും. പിന്നെ അവർക്ക് എന്ത് നിരാശയുണ്ട്. അപ്പൊ നമ്മൾ കാണുമ്പോ നമുക്ക് പറ്റാവുന്ന വല്ല നിവൃത്തി ഉണ്ടെങ്കിൽ നമ്മൾ ഒരെണ്ണം മേടിച്ചു കൊടുക്കണം. പിന്നെ അതുകൊണ്ട് നമുക്ക് ഒരു ദോഷവും പറ്റിയില്ല. അതൊക്കെ പഴയ തലമുറകാലം അങ്ങനെ ചെയ്യാറ്. ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ അങ്ങനെ കാരണവന്മാർ എന്ത് സാധനം ഉണ്ടെങ്കിലും പുറത്തുള്ളവർക്ക് കൊടുക്കും. മക്കൾക്ക് പോലും തരികയില്ല. അങ്ങനെയൊക്കെയായി. അത് ശരിയല്ല. അതേ സമയത്ത് ഇന്നാണെങ്കിൽ അങ്ങനെയൊന്നും പറ്റിയല്ല. തല കളി മക്കൾക്ക് തരാതെ കൊടുത്തത് ശരിയായില്ല. അത് മക്കള് കാരണവന്മാരൊക്കെ തല കളി. ഇന്നത്തെ കാരണം അവർ കൊടുത്താ അത് ശരിയാ. ഇന്നിപ്പോ എല്ലാവർക്കും ആവശ്യത്തിനായിരുന്നേ. ഇന്നിപ്പോ എല്ലാവർക്കും സെൽഫായിട്ട് ജീവിക്കാനുള്ളവരുണ്ട്. മാറ്റങ്ങളൊക്കെ വറ്റി വെച്ചാൽ ഇപ്പൊ എന്തോ ഒരു മാറ്റം വന്നു. പിന്നെ എന്തോ വ്യത്യാസം വന്നു. പിന്നെ കാലം മാറിയില്ലേ. എന്നിട്ട് ആദ്യ സമയത്തുങ്ങൾ ഭയങ്കര പാടാണ്. ഒന്നും കുടിക്കില്ലായിരുന്നോ? ഓരോ കാര്യം നടത്തി കൊടുക്കാനും മക്കളെ കൊണ്ട് ചെയ്യിക്കാനും ആർക്കും ഇന്നോരും നിന്നുമില്ല. ആർക്കും കൊടുക്കുന്ന കാര്യത്തിന് യാതൊരു താല്പര്യമില്ലാത്ത മക്കളാ ഈ പഴയ കാലം. മക്കൾക്ക് കാരണന്മാർക്ക് കൊടുക്കണമെന്നുള്ളൂ. പഴയ കാലത്തുള്ള വേറെ കാര്യന്നേ. മക്കൾക്ക് കൊടുക്കാതെ മറ്റുള്ളവർക്ക് കൊടുത്തു കഴിയുമ്പോ പിന്നെ അവര് കൊടുക്കുവോ? അവർക്ക് ഇഷ്ടപ്പെടുവോ? മക്കൾക്ക് മാറ്റം വന്നത്. അമ്മ മക്കൾക്ക് കൊടുക്കാതെ വല്ലവർക്കും കൊടുത്തു കഴിഞ്ഞാൽ ഏതെങ്കിലും മക്കൾക്ക് ഇഷ്ടപ്പെടുവോ? ഓരോന്നും പറഞ്ഞു കൊടുത്തും കാണിച്ചും അങ്ങനെയാ ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞു കൊടുത്തൊക്കെ മാറ്റം വരുത്തില്ല. ഇപ്പം കുറച്ച് മാറ്റം വന്നു. മക്കൾക്ക് കൊടുക്കാതെ വല്ലവർക്കും കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ മക്കൾക്ക് ഇഷ്ടപ്പെടുവോ? അവർ സമ്മതിക്കുവോ? മക്കൾ അനുഭവിക്കേണ്ട അങ്ങോട്ട് കൂടിയല്ലേ മറ്റുള്ളവർ കൊണ്ടുപോകുന്നത്. അപ്പം ആദ്യം മക്കൾക്ക് കൊടുത്തിട്ട് വേണം മറ്റുള്ളവർക്ക് കൊടുക്കാൻ. അല്ല പിന്നെ ആരാ നോക്കണം? മറ്റുള്ളവരൊന്നും നോക്കുവോ? മക്കളല്ലേ നോക്കുള്ളൂ. കാരണന്മാരെ നോക്കണം, മക്കളല്ലേ നോക്കുള്ളൂ. പുറത്തുനിന്നുള്ളവർ ഇത് മേടിച്ചിട്ട് പോകുന്നവർ ആരെങ്കിലും വന്ന് നോക്കുമോ? ആരും നോക്കിയില്ല. അത് പഴയ കാരണന്മാർ കാണിച്ച പിടിത്തരാ. ഇന്നുള്ളവർ പിന്നെ കൊടുക്കുകയും വാങ്ങലൊന്നൊക്കെ ഉണ്ട്. എന്നാലും എല്ലാവർക്കൊക്കെ ആവശ്യത്തിനുണ്ട്. യാത്രക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ. എലിക്കുട്ടിയമ്മയുടെ സദ്വചനങ്ങളുണ്ടായിരുന്നു. നിങ്ങളൊക്കെ കേട്ടുമെടുത്തതായിരിക്കും ഒരുപക്ഷെ. ഇന്ന് പറഞ്ഞത് വേറെ വ്യത്യാസമാണെന്ന് എനിക്ക് തോന്നുന്നത്. ഞാൻ അതിപ്പം ഭയങ്കര പ്രാർത്ഥനയായിരുന്നു. ഇവിടെ കിടന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. അത് കഴിഞ്ഞ് ഇപ്പോൾ വചനങ്ങളിലോട്ട് മാറിയതാണ്. എലിക്കുട്ടിയമ്മയുടെ ബൈബിൾ വാക്യങ്ങളിലോട്ട് മാറിയതാണ്. ഇപ്പം അത്താഴമൊക്കെ കഴിക്കണ്ടേ? അത്താഴം കഴിക്കാനുണ്ട്. പ്രാർത്ഥന എല്ലാവരും ഉണ്ട്. എലിക്കുട്ടിയമ്മ കഴിച്ചോ? എലിക്കുട്ടിയമ്മ കഴിച്ചോ? ഞാൻ കഴിച്ചില്ല. ഞാൻ കഴിക്കാൻ സമയമായില്ല. എലിക്കുട്ടിയമ്മ കഴിച്ചില്ലല്ലോ. എത്ര പ്രാവശ്യം വെച്ചോണ്ടിരുന്നു രാത്രി രണ്ടാമത്തെ പ്രകാശം. ആര്? ഇവിടെ എന്നത് ഓരോരുത്തർക്കും കൊടുക്കാനായിട്ട്. കഞ്ഞിയോ? ഒരെണ്ണം പോലും വന്നില്ല. അത്താഴം കഴിക്കാനായിട്ട് തോന്നിയാൽ അവരോട് പോയി. പിന്നെ മറ്റുള്ളവർ വെച്ചോണ്ടിരുന്ന് നോക്കി ഇരുന്നിരുന്ന് അടുത്ത് കഴിഞ്ഞ് പിന്നെ അവരതിൻ്റെ കൊടുക്കാനുള്ളവർക്കൊക്കെ കുറെ കുറച്ച് അവർക്ക് പറ്റാവുന്നതൊക്കെ ചെയ്തേച്ചു അവർ പോയി കിടന്നു. അല്ലാതെ ഒന്നും പറ്റിയ ആരും നോക്കിയിരുന്നില്ല. എലിക്കുട്ടമ്മ നോക്കിയിരുന്ന പോലെ നോക്കിയിരുന്നില്ലല്ലേ? എലിക്കുട്ടമ്മ അവരൊക്കെ നോക്കിയിരിക്കുമായിരുന്നു. പിന്നെ കാണാൻ വരുമ്പോൾ എലിക്കുട്ടമ്മ പോയി കിടക്കും. മഴയൊക്കെ പോയി. നല്ല വെയിലായി.
മഴയൊക്കെ പോയി വെയിലായി. മഴയൊക്കെ പോയി വെയിലായി കേട്ടോ. മഴയൊക്കെ പോയി വെയിലായി. പ്രിയ സഹോദരങ്ങളെ, ചിലർ എപ്പോഴും ഇടയ്ക്ക് കമൻ്റ് ഇടുന്നുണ്ട്, എലിക്കുട്ടിന്ന് വിളിക്കരുത്, അമ്മേന്ന് വിളിക്കണം, അമ്മേന്ന് വിളിക്കണം എന്നൊക്കെ പറഞ്ഞു. കഞ്ഞി കുടിച്ചില്ലേ? കഞ്ഞി കുടിക്കാൻ സമയമായില്ലല്ലോ. കഞ്ഞി കുടിക്കാൻ സമയമായില്ലല്ലോ. 2 മണി 3 മണിയൊക്കെ ആയിട്ടുണ്ട്. ഇപ്പോൾ സമയം 7 മണിയായി. വൈകുന്നേരം 7 മണിയായി. ഭക്ഷണം കഴിക്കണേ ഇപ്പോൾ. വൈകുന്നേരം 7 മണിക്കാണോ എലിക്കുട്ടി തളം കഴിക്കുന്നത്? 8 മണി കഴിയുമ്പോഴല്ലേ? 8 മണി കഴിയുമ്പോഴല്ലേ? അപ്പോൾ ചിലരിങ്ങനെ ചോദിക്കുന്നുണ്ട്, പറയുന്നുണ്ട്, അമ്മേന്ന് വിളിക്കണം, അമ്മേന്ന് വിളിക്കണം, എലിക്കുട്ടിന്ന് വിളിക്കരുത്. പക്ഷേ അമ്മയ്ക്ക് എല്ലാ സമയത്തും മകനല്ല, മകനാണേലും എന്നെ തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ് അതിനകത്ത് യഥാർത്ഥ കാര്യം. പിന്നെ അമ്മയായിട്ടില്ലാത്ത ഒരു സമയം, അമ്മയ്ക്ക് പല സ്റ്റേജിലാണ് അമ്മയുടെ മൈൻഡിൽ കൂടെ കടന്നു പോകുന്നത്. ഒന്ന് അമ്മ ചെറുതപ്പത്തിലായിരിക്കുന്നത്, പിന്നെ ഒന്ന് അമ്മ കല്യാണം കഴിക്കുന്നതിന് മുമ്പുള്ളത്, പിന്നെ അമ്മ ഒന്ന് കല്യാണം കഴിച്ച മക്കളായിട്ടുള്ളത്. അപ്പം അങ്ങനെ 3-4 സ്റ്റേജിൽ കൂടെയാണ് എലിക്കുട്ടമ്മയുടെ ഓരോ ചില സമയങ്ങളൊക്കെ കടന്നു പോകുന്നത്. അപ്പം ആ സമയത്തിനനുസരിച്ചാണ് നമ്മൾ അമ്മയോട് പ്രതികരിക്കുന്നത്. ചാച്ചനിവിടെ ഇല്ല. ഇന്ന് ജോമ്പൾ ഞാൻ വന്നപ്പോൾ പറഞ്ഞു മൊത്തം ചാച്ചനെ അന്വേഷമായിരുന്നു പറഞ്ഞു. എപ്പം? ഞങ്ങൾ ഇങ്ങോട്ട് വന്നേരും, അങ്ങോട്ട് പോയേച്ച് ഇങ്ങോട്ട് വന്നേനും. നിങ്ങൾ എവിടെ പോയേക്കുമായിരുന്നു? നിങ്ങൾ എവിടെ പോയേക്കുമായിരുന്നു? ആരാ? എലിക്കുട്ടിയൊക്കെ. ഞങ്ങളോ? ഞങ്ങൾ കടയിൽ പോയി അവർക്ക് സാധനങ്ങളൊക്കെ മേടിച്ചു വണ്ടി കൊടുക്കാനായിട്ട്. ഏത് കടയിൽ? ഏത് കടയിലാ പോയെ? പള്ളിയുടെ അവിടെയുണ്ട് കടയുണ്ട്. ഇത് മണ്ണാറപ്പുറ പള്ളിയുടെയാ? നമ്മുടെ പള്ളിയുടെ അടുത്ത്. നമ്മുടെ പള്ളിയുടെ അവിടെ എവിടെയാ കട? മുത്തപ്പൻ്റെ അവിടെ ഏതാ കടയുള്ളേ? മുത്തപ്പൻ്റെ അവിടെ കടയൊന്നുമില്ല. മുത്തപ്പൻ്റെ പള്ളിയുടെ അവിടെ കടയൊന്നുമില്ല. കടയല്ല, ഓരോ സാധനം അവർ വെച്ചുകൊണ്ടിരിപ്പുണ്ട്, മേടിച്ചു. അത് മനുഷ്യൻ്റെ ആവശ്യത്തിനുള്ള, അല്ലാതെ വേറൊന്നുമില്ല. അതൊക്കെ അത് മാറ്റി വെച്ചിരിക്കുന്നു. ആര്? ഒന്നും അഴുക്ക് പറ്റാതെ. ആര് മാറ്റി വെച്ചത്? ഇങ്ങനെ എടുത്ത് കൊടുക്കും. ആവശ്യം അവർ ചോദിക്കും, അന്നാലും കൊടുക്കും. ആരാ മേടിച്ചു വെച്ചാണ്? അല്ലാതെ നമ്മൾ അത് കൊടുത്ത് ഒന്ന് എടുത്ത് കഴിച്ച് എത്ര പ്രാവശ്യം ഇട്ടുകൊണ്ട് അലക്കി പിരിക്കും എനിക്ക് വേണം ഇത് ചെയ്യാനാ? ഇതൊന്നുമില്ല. രാത്രിക്ക് ഒറ്റ പ്രാവശ്യം ചെയ്യുമ്പോൾ എല്ലാം പൂർത്തിയായി. എലിക്കുട്ടിയമ്മയുടെ മൈൻഡുകൾ ഇങ്ങനെ മാറി മറിഞ്ഞു തലമുറകളോളം അങ്ങനെ അങ്ങ് പോകും. എലിക്കുട്ടിയമ്മയുടെ അമ്മയുടെ ഈ മൈൻഡ് ഇങ്ങനെ പെട്ടെന്ന് അങ്ങോട്ട് മാറിപ്പോകും. അപ്പം ആ സമയത്തിൽ എലിക്കുട്ടിയമ്മ എങ്ങനെ നിൽക്കുന്നു ആ കണ്ടീഷൻ അനുസരിച്ചാണ് നമ്മൾ അമ്മേനെ വിളിക്കുന്നത്. ചിലടത്ത് അമ്മയെന്ന് വിളിച്ചു കഴിഞ്ഞാൽ അമ്മയുടെ അമ്മയായിട്ടാണ് കരുതുന്നത്. ഇത് പലതവണ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. അമ്മയുടെ മൈൻഡ് ഇങ്ങനെ മാറി വരുന്നതനുസരിച്ച് നമ്മൾ ആ ടൂണിനനുസരിച്ച് അമ്മയോട് സംസാരിക്കുന്നത്. ചായ കുടിക്കാനായാലും ഇങ്ങനെയുള്ള കാര്യത്തിനൊക്കെ വരുമ്പോൾ പിള്ളേരായാലും കാരണവന്മാർ, പ്രായം ചെന്ന കാരണവന്മാരുണ്ടെങ്കിൽ അവർക്കുമൊക്കെ വിഷമമുണ്ട്. അതൊക്കെ അവരെ പറയുകയല്ലെങ്കിൽ നമ്മൾ അതൊക്കെ നോക്കി ചെയ്യണം. അതുകൊണ്ട് നമുക്ക് വലിയ നഷ്ടം വരാൻ പോകുന്നു. ചില സമയത്ത് അമ്മയെന്ന് വിളിച്ച് കഴിയുമ്പോൾ അമ്മയുടെ അമ്മേനായിട്ടാണ് കരുതുന്നത്. അമ്മ കല്യാണം കഴിച്ചിട്ടില്ല, അമ്മ ആയിട്ടില്ല എന്നുള്ള രീതിയിൽ നമ്മളോട് ഇടപെടും. അപ്പോഴാണ് നമ്മൾ എലിക്കുട്ടി എന്നൊക്കെ വിളിക്കുന്നത്. അപ്പോൾ അമ്മ റെസ്പോണ്ട് ചെയ്യും. അല്ലാതെ അമ്മയെന്ന് വിളിക്കുമ്പോൾ എൻ്റെ അമ്മയുടെ അമ്മേനെയാണോ ഉദ്ദേശിക്കുന്നതെന്ന രീതിയിലൊക്കെ അമ്മ ഇടപെടാറുണ്ട്. ചില സമയങ്ങളിൽ അമ്മയായിട്ട് തന്നെ റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ അമ്മയെന്ന് വിളിച്ചാൽ അമ്മ കേൾക്കും. ചില സമയത്ത് അമ്മയെന്ന് വിളിച്ചാലും കേൾക്കുകയില്ല, എലിക്കുട്ടി എന്ന് വിളിച്ചാലും എലിക്കുട്ടി അമ്മയെന്ന് വിളിക്കുമ്പോൾ അത് റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഓരോ ഘട്ടമാണ്. നിങ്ങൾ ഈ വീഡിയോ ആഴത്തിൽ കാണുന്നില്ല, അതുകൊണ്ടാണ് വിഷയം ഉണ്ടാകുന്നത്. നിങ്ങളിതൊരു ന്യൂമറിക്ക്, അത് എന്താ പറയുക, നമ്മൾ ഒരു സംസാരിച്ചങ്ങ് പോകുന്ന എന്തോന്ന രീതി കാണുന്ന ആൾക്കാർക്കാണ് അത് ശരിക്കും മനസ്സിലാകാത്തതെന്നാണ് എനിക്ക് തോന്നുന്നത്. ശരിക്കും അമ്മയുടെ ഈ വ്യത്യാസങ്ങൾ ആദ്യം മുതലേ കണ്ട് അത് തറവായിട്ട് കണ്ട് വന്നെങ്കിൽ, അത് ഏകാഗ്രതയോടെ കണ്ടു വന്നെങ്കിൽ മാത്രമേ അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാൻ പറ്റുള്ളൂ. ഈ അമ്മയ്ക്കുണ്ടാകുന്ന പെട്ടെന്നുണ്ടാകുന്ന ചേഞ്ചുകളും മാറ്റങ്ങളും നമ്മൾ അമ്മയോട് ഇടപെടുന്ന രീതികളുമൊക്കെ അത് പലർക്കും മനസ്സിലാകുന്നില്ല. അവരാന്ന് തോന്നുന്നു ഈ അമ്മേനെ വിളിക്കാവുള്ളൂ എന്ന് പറയണമെന്ന് തോന്നുന്നു. നമ്മൾ അമ്മേനെ ഒരിക്കലും അമ്മയെന്നല്ലാതെ വേറെ ഇതൊന്നും വിളിക്കുന്നില്ല. നമ്മൾ ആ സാന്ദർഭികമായിട്ട് അമ്മയുടെ മൈൻഡിലെ വരുന്ന മാറ്റങ്ങൾക്കനുസരിച്ചാണ് നമ്മൾ അമ്മയോട് സംസാരിക്കുകയും ഇടപെടുകയും ചെയ്യുന്നത്. അതുകൊണ്ടാണ് ചില സമയത്ത് അമ്മേനെ എലിക്കുട്ടി നമ്മൾ വിളിക്കേണ്ടി വരുന്നത്. എലിക്കുട്ടി എന്ന് വിളിക്കേണ്ടി വരുന്നത് അങ്ങനെയുള്ള സന്ദർഭങ്ങളിലാണ്. അപ്പോൾ അങ്ങനെ ഇത് വരുമ്പോൾ മാത്രമേ ഉള്ളൂ. അമ്മ എവിടെയുണ്ട്? കിടക്കുമല്ല, അവിടെ എന്താ പരിപാടിയാണ്? അവിടെ എന്താ പണിയില്ല? അടുക്കള ഒത്തിരി പണിയില്ലേ? അടുക്കള പണിയുണ്ടെന്നേ. അതിനാ അമ്മയ്ക്ക് പണിയാൻ മേലേ?
ഇവിടെ ഇത്ര ആൾക്കാരെ ഉള്ളപ്പോൾ അത് വേണ്ടാക്കും. ഓ അതിന് അമ്മ പണിയുന്നതിനാണ് കുഴപ്പം. അമ്മ ആരെ കൊണ്ട് പണിപ്പിക്കില്ല, അമ്മ തന്നെ ചെയ്യണമെന്നാണ് പറയണത്. അമ്മയ്ക്ക് പ്രായമായി, ഓർമ്മക്കുറവില്ല. ആ അതാ അമ്മ ഇവിടെ കിടപ്പുണ്ട്. ഓർമ്മക്കുറവുള്ള അമ്മ ഇവിടെ കിടപ്പുണ്ട്. ആ അമ്മ ഒരു പണിയും ചെയ്യുന്നില്ല, പ്രാർത്ഥനയൊക്കെ ആയിട്ട് ഇരിക്കുക, എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അമ്മയുണ്ടല്ലോ ഇപ്പം തന്നെ അമ്മ തന്നെയാണ് അന്വേഷിക്കുന്നത്. അപ്പോൾ ആ അമ്മയുടെ എന്ന് പറയുമ്പോൾ എലിക്കുട്ടി അമ്മ ജൂനിയറായിട്ടാണ്. പപ്പ എന്തേ പപ്പ? പപ്പായിലേ ഇരിക്കുന്നേ, അവിടെ ഇല്ല. ഇതാ ഇരിക്കുന്ന പപ്പ, ഈ ഇരിക്കുന്ന പപ്പ. നീ വന്നില്ലേ? ഇല്ലെന്നേ, ഇങ്ങോട്ട് വന്നില്ലേ? ഇല്ല. ഇപ്പം പിന്നെ എവിടെയാ? അപ്പ കടല കുറുപ്പന്തറ. എവിടെയാ? കുറുപ്പന്തറ. കുറുപ്പന്തറയാ? അയ്യോ, കണ്ണറിയാവോ അങ്ങനെയൊക്കെ നടക്കാം? പിന്നെ കണ്ണക്കറി ഇപ്പൊ കുറുപ്പന്തറ അത് ചന്തയ്ക്ക് പോയതായിരിക്കും. ചന്തയ്ക്ക് പോയതായിരിക്കും. എന്താ മേടിക്കാൻ? ആ ചന്തയ്ക്ക് പച്ചക്കറി ആയിട്ട് പോയതാ. നീ പച്ചക്കറി വിൽക്കാൻ. ഇപ്പോൾ കണ്ടു, ഇപ്പോൾ ആ മൈൻഡ് മാറിയിരിക്കുന്നത് പപ്പായെക്കുറിച്ചാണ്. പപ്പ എന്ന് പറഞ്ഞാൽ ഇപ്പം ചാച്ചനായിരിക്കും ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. നിയന്ത്രിച്ച് നാട്ടിൽ കൊടുത്താൽ നമ്മൾ നിയന്ത്രിച്ച് മക്കൾക്ക് കൊടുത്തവരെ കൊടുത്തേ അവർ പിന്നെ അവർ കൊടുക്കാനുള്ളൊരു കയ്യിലോട്ട് കൊടുത്തോളും. അവർ കൊടുത്തോളും മറ്റുള്ള കൊടുക്കാൻ. അത് പലരുടെ കൈ കൊടുത്തു കഴിയുമ്പം ആർക്കും കിട്ടിയാൽ അങ്ങനെയുണ്ട്. മക്കളെ കൊടുത്താൽ മതി, മക്കളുടെ വീതം വെച്ചോളാണ് ഇപ്പം അമ്മ പറയണത്. അപ്പോൾ അങ്ങനെയുള്ള സന്ദർഭങ്ങളാണ് നമ്മൾ എലിക്കുട്ടി എന്നൊക്കെ വിളിക്കുന്നത്. അത് അറിയാം, നിങ്ങൾ ശ്രദ്ധിച്ച് വീഡിയോ കാണുക. അപ്പോൾ നിങ്ങൾക്ക് നേരത്തെ ഇപ്പം പുതിയതായിട്ട് വന്നവർക്കാണെങ്കിൽ ഓക്കെ, അവർ ആദ്യമുള്ള വീഡിയോ കണ്ടാൽ മതി, അപ്പം മനസ്സിലാവും. സ്ഥിരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നവരുടെ അടുത്ത് പിന്നെയും പറഞ്ഞു തരേണ്ട കേസ് വരുന്നതാണ് പ്രശ്നം നമുക്ക്. കാരണം അവരത് ആഴത്തിൽ ശ്രദ്ധിച്ച് കാണുന്നില്ലെന്നുള്ളതാണ്. പിന്നെ എലിക്കുട്ടിയമ്മയുടെ ഇങ്ങനെയുള്ള സ്പീച്ചുകളൊന്നും കേൾക്കാൻ ആർക്കും താല്പര്യമില്ല. ഇപ്പം അതൊക്കെ കാണാൻ ആൾക്കാർ കുറവായിരിക്കും. എന്നും എന്താ എലിക്കുട്ടിയമ്മ ഒരു കാര്യം തന്നെയില്ല പറയണമെന്നൊക്കെയാണ് ചിന്തിക്കുന്നത്. പക്ഷേ എലിക്കുട്ടിയമ്മയുടെ ഓരോ ദിവസത്തെ വീഡിയോകളും വ്യത്യസ്തമായ രീതിയിലാണ്. പിന്നെ കുറച്ച് വാക്കുകളൊക്കെ എലിക്കുട്ടിയമ്മ പഴയതൊക്കെ തന്നെ ഓർമ്മ പറയുന്നുണ്ടെന്ന് മാത്രം. നമ്മളാരും അമ്മേനെ കയറി പേരൊന്നും വിളിക്കുന്ന ശീലമുള്ളവരല്ലല്ലോ. പക്ഷെ നമ്മൾ ഈ സാന്ദർഭികമായിട്ട് അമ്മയുടെ മൈൻഡിൻ്റെ മാറ്റങ്ങൾക്കനുസരിച്ചുള്ള വിളികളാണ് നമ്മൾ വിളിക്കുന്നത്. ഇല്ല, കഞ്ഞി കുടിച്ച് ഉറങ്ങാൻ സമയമായില്ല. നമ്മുടെ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞത് തന്നെ ചിലർക്ക് ഇഷ്ടപ്പെടുന്നില്ലെന്നത്. നേരം പാതിരയൊന്നും ആയില്ല, 7 മണി കഴിഞ്ഞേ ഉള്ളൂ. ഇത് അമ്മയ്ക്ക് കേൾക്കുന്നുണ്ടല്ലോ, അമ്മയുടെ ബ്രെയിനിലോട്ട് ഇത് കൃത്യമായിട്ട് സെൻസ് ചെയ്യുന്നതിൻ്റെ ഒരു പ്രശ്നം കൊണ്ടാണ് അമ്മ ഇത് പിന്നെയും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നത്. നമുക്ക് പെട്ടെന്ന് കേൾക്കുന്നത് നമ്മൾ പെട്ടെന്ന് ഗ്രഹിക്കുന്ന പോലെ അമ്മയ്ക്കത് ഗ്രഹിച്ചെടുക്കാൻ പറ്റിയല്ല. കാരണം അമ്മയ്ക്ക് എപ്പോഴും ആ പ്രസൻറ്റ് മെമ്മറി ഇല്ലാത്തൊരു പ്രശ്നമായതുകൊണ്ടാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. നമ്മൾ പറയണത് അമ്മ ഗ്രഹിക്കാനായിട്ടൊരു താമസം വരുന്നത്. ഒരു വർഷം പകുതി ആയതേ ഉള്ളൂ. കേട്ടോ, ഇനിയും കിടക്കുക. സമയമൊന്നും ആയിട്ടില്ല. പൈസയും വേണം ഒത്തിരി. പിന്നെ പൈസ ഇല്ലാതെ പറ്റുമോ? മക്കളുടെ കാര്യമായാലും സ്വന്തപ്പെട്ടവരായാലും ബന്ധപ്പെട്ടവരായാലും കാരണവന്മാരുടെ ആയാലും ബന്ധുമിത്രാദികളുടെ ആയാലും ആരുടെ ആയാലും ഒക്കെ പറ്റാവുന്നതെല്ലാം ചെയ്യണം. നല്ല കാര്യം നടക്കുള്ളൂ. ഇത് മനുഷ്യൻ്റെ പരാതി കേൾക്കുമ്പോൾ നമുക്ക് വിഷമമില്ല. എന്തെങ്കിലും കൊടുത്തില്ലെങ്കിൽ കയ്യിലുള്ളപ്പോൾ കൊടുക്കണം, ഇല്ലാത്തപ്പോൾ പിന്നെ പറ്റിയല്ല. ഇപ്പം നിവൃത്തി ഇല്ലാത്തതാണെന്ന് പറഞ്ഞ് വിവരം പറഞ്ഞ് മനസ്സിലാക്കണം. എന്നിട്ട് പിന്നെ ഉണ്ടായി കഴിയുമ്പം കൊടുക്കണം. എന്തെങ്കിലും കടവും കടക്കൂടിയൊക്കെ വരും. എലിക്കുട്ടിയമ്മയ്ക്ക് കടമുണ്ടോ? എലിക്കുട്ടിയമ്മയ്ക്ക് കടമുണ്ടോ? കടോ? ഞാൻ എന്തിനാ കടം മേടിക്കണം? ഞാനിപ്പോഴേ കടമൊക്കെ മേടിച്ച് കൂട്ടി വെക്കേണ്ട കാര്യം. ഇപ്പം ആർക്കും കൊടുക്കാനും ഇല്ലേ? മക്കളെ കെട്ടിക്കണ്ടേ? മക്കളൊക്കെ വലുതായില്ലേ? വലുതായോ? ഇപ്പം അമ്മയുടെ മൈൻഡിലെ മക്കളെല്ലാം വലുതാണ്. ഇപ്പം കടത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ പറഞ്ഞു മക്കളെല്ലാം വലുത്, ഇനി എനിക്ക് പണമൊന്നും മേടിക്കേണ്ട ആവശ്യമില്ല എന്നാണ് പറഞ്ഞത്. അല്ല, എലിക്കുട്ടമ്മയ്ക്ക് പണമൊന്നും ആവശ്യമില്ലെന്ന് പറയുക ചെയ്തേ. ഇല്ല കഞ്ഞി കുടിച്ചില്ല. സമയമായില്ല. അമ്മ കുടിച്ചോ? ആര്? ഇപ്പം പഴയ കഴിഞ്ഞ ദിവസത്തെ പോലെ അപ്പം മുറിയിലോട്ട് പോയിരിക്കുവാണ്. എലിക്കുട്ടിയമ്മ കഞ്ഞി കുടിച്ചോ? അമ്മച്ചി കഞ്ഞി കുടിച്ചോ? ഞാനും കുടിച്ചില്ല. പിന്നെ എന്നെ അമ്മ കഞ്ഞി കുടിക്കുന്നില്ലേ? അങ്ങനെ കുടിക്കണമെന്നൊന്നുമില്ല. പിന്നെ കുടിക്കണ്ടേ?
താൻ കഴിക്കാൻ കിടക്കാൻ പറ്റുമോ? പിന്നെ അവർ പിള്ളേരൊക്കെ കൂടെ മഴ വന്നപ്പോഴത്തേന് അവരൊക്കെ കൂടെ അങ്ങോട്ട് മഴ ഇറങ്ങി ഇപ്പോഴത്തേന് ഞാൻ അവിടെ ഇവിടെ ഇരുന്ന് പാത്രത്തിനകത്ത് ഇച്ചിരി സാധനങ്ങൾ എടുത്ത് വെച്ചു അത് കഴിക്കാനായിട്ട് അത്രേ ഉള്ളൂ. കഞ്ഞിയാ? അമ്മ പകലാൻ പോയപ്പോൾ ഇച്ചിരി കഞ്ഞി എടുത്ത് പാത്രത്തിനകത്ത് എടുത്ത് വെച്ചെന്നാണ് പറയുന്നത്. ഇതൊക്കെ നമ്മുടെ നേരത്തെ ചെയ്തികളുടെ ഒരു ഭാഗമായിട്ടുള്ള ഓർമ്മകളാവുന്നതാണ് സാധ്യത. ഒത്തിരി ഒന്നും കൊടുത്തില്ലെങ്കിലും വൃത്തിയില്ലാത്തവർക്ക് നമ്മൾ എന്തെങ്കിലുമൊക്കെ അത്രക്ക് അവർക്ക് ബുദ്ധിമുട്ടാണെന്ന് പറയുമ്പോൾ ഒന്ന് സഹായിക്കാൻ കൊടുക്കണം. അവർക്ക് ആവശ്യം മനുഷ്യനെ കൊണ്ടല്ലാതെ മനുഷ്യനെ ജീവിക്കാൻ പറ്റുള്ളൂ. ഒത്തിരി ഒന്നും കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ അവനവൻ്റെ കഴിവിൻ്റെ ഇതൊക്കെ പറഞ്ഞേച്ചും വേണം. ഇന്ന തരത്തിലാണ്, അത് കാരണം ഇന്നതോളെന്നൊക്കെ പറഞ്ഞ് ശാന്തമാക്കിയിട്ട് അപ്പം അവർക്കും മനസ്സിന് വിഷമമില്ല. നമുക്ക് എപ്പോഴും അവർക്ക് എപ്പോഴും നിരാശ വരും. പലർക്കും കൊടുക്കാനും ഒക്കെ ഒത്തിരി കാണും. ഞാൻ പോവാ കേട്ടോ. ഞാൻ അപ്പുറത്തോട്ട് പോവാന്ന്. വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. ആദ്യമായി വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ആദ്യം മുതലുള്ള വീഡിയോകൾ മൈ മദേഴ്സ് ഡേ എന്ന പ്ലേലിസ്റ്റിൽ കയറി കാണുക. സപ്പോർട്ട് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ബൈ.